അങ്ങനെയാണെങ്കിൽ വാസന ചെയ്യും. ചന്ദ്ര വാസന ചെയ്യും. വാസന ഇതിനോട് ഇരിക്കുക കുറച്ച് ദിവസത്തേക്ക്. ഓക്കെ ഞാൻ ചെയ്തോളാം. ചിലപ്പോഴേ രണ്ടുപേരെ പേരൊന്നും കാണൂല കേട്ടോ. ചന്ദ്രന് ബാലൊന്നും ലിസ്റ്റിൽ കാണൂല. നിന്നെ ഇടത്തില്ലല്ലോ പിന്നല്ലേ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ പിന്നെ ഞാൻ എന്തായാലും ഇന്ന് നിങ്ങളുടെ ലിസ്റ്റിൽ പേര് ആഡ് ചെയ്യാം. നിങ്ങൾ നാളെ തൊട്ട് ഗ്യാങ് ഡ്രസ്സും ഗ്യാങ് അസറ്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിക്കോ. പിന്നെന്താ നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടോ? രണ്ട് വാക്ക് പറയണം പ്ലീസ്. എന്നാൽ രണ്ട് വാക്ക് ജുഗ്രു, രണ്ട് വാക്ക് പറ ജുഗ്രു. ഇതിൽ ആരാണ് ജുഗ്രു? നീലേ ജുഗ്രു പറ, രണ്ട് വാക്ക് പറ. ഒരു പയ്യന്ത് എവിടെ നിൽക്കും? എങ്ങനെ പോകുന്നു ജീവിതം? സുഖം. നീ വൺ വേർഡ് ആൻസർ പറയണ ചോദ്യത്തിനാണോ നമ്മളത്? ഞാൻ കാര്യപ്പെട്ടെ ഇവനെ റിക്രൂട്ട് ചെയ്തെന്ന് പറഞ്ഞ് ഞാൻ കോൾ വിളിക്കാം കേട്ടാ. ഫോണിൽ കോൾ വിളിക്കാം. ജുഗ്രു സുഖല്ലേ? സുഖം. ടിവിയില് ഇതിന്റെ കാര്യം പറഞ്ഞിരുന്നു. കേറാം. നാളെ റിക്രൂട്ട്മെന്റ് വെച്ചാലോ? വെക്കാം. ഉണ്ടാവോ? ഉണ്ടാവും. ഓക്കെ. ഇതായിരുന്നു ഇവൻ ലിറ്ററലി ഇവനെ റിക്രൂട്ട് ചെയ്യുന്നവരെ ഇങ്ങനെയാണ്. എന്താ ഞാൻ ബേസിക്കലി കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. ഇൻട്രോവേർട്ടുകളൊക്കെ ഇങ്ങനെ പറഞ്ഞവന്മാരെല്ലാം ഞങ്ങൾക്ക് നല്ല പേടിയാണ്, സത്യം പറയാലോ ജുഗ്രു. ഈ ഇവിടെ ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞു വന്നവനാണ് കെവിനൊക്കെ. അവനൊക്കെ സിഗ്നലിൽ തുണിയില്ലാതെ ആടനെ ഞാൻ കണ്ടിട്ടുണ്ട് റിയൽ ലൈഫില്. സത്യമായിട്ട് ഞാൻ അത് കണ്ടിട്ടുള്ള ഒരാളായതുകൊണ്ട് പറയാണ്. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരാണ് എനിക്ക് സത്യം പറഞ്ഞ പേടി. ഇപ്പൊ എല്ലാം മാറുമായിരിക്കും. മോബി അപ്പൊ പറ, ഒരു രണ്ട് വാക്ക് പറ മോബി. എല്ലാവർക്കും ഹൈ ഹൈ. ഇപ്പം അറിയാത്ത കുറെ പേരുണ്ട് ഇതില്. എന്നെ അറിയാത്ത ആൾക്കാര്, എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട്. എല്ലാവരും കമ്പനിയായി വരണം. ഇനി ഇതില് സ്നൈപ്പ്, സാവേജ്, കിണ്ടി, വില്ലുമോനേറ്റ കമ്പനി ഉണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ടോ? വേണോ? മുന്നേ കേക്കാവോ? എന്താണ് നമ്മുടെ പരന്തുവാസുവിനെ പറ്റി ഉള്ള അഭിപ്രായം? അങ്ങനെ പറയണത് കറക്റ്റ് ആയിട്ടുള്ള ഉള്ളത് പോലെ പറഞ്ഞ അല്ലേ വാസുവിനെ? അതെ പിന്നെ മുഖത്ത് നോക്കി പറ. നല്ല അഭിപ്രായമാണ്. തള്ളക്ക് വിളിച്ചത് ആ ചാറ്റില്. അല്ല അഭിപ്രായം പറഞ്ഞില്ല. നല്ല അഭിപ്രായമാണ്. നല്ലതെന്ന് വെച്ചാൽ ഏത് രീതിയില്? നല്ലതോ ചീത്തതോ? നല്ല രീതിയിൽ. നല്ലതെന്ന് വെച്ചാൽ നല്ല അഭിപ്രായം മനസ്സിലായി. അതായത് ഇങ്ങനെ ഒരു ലീഡർ എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു കമ്പാനിയൻ എന്ന നിലയിലോ ഏത് രീതിയിലാണ് നല്ല അഭിപ്രായം? ലീഡർ രീതിയിൽ പുള്ളി ഒരു നല്ലൊരു ലീഡർ ആണെന്ന് ഞാൻ പറയും. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്ന് ചോദിച്ചാ പുള്ളിയുടെ ലീഡർഷിപ്പ് ഉണ്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് റെസ്പെക്ട് ചെയ്യാൻ തോന്നും പുള്ളിനെ. അന്നേരം നീക്ക തെറിയാതല്ല വിളിച്ചേ? ഹലോ റെസ്പെക്ട് ചോദിച്ചതാ. അത്ര വിളിച്ചില്ല. ഗോള് തിരിച്ച് കറങ്ങി വന്നു കേട്ടാ. അപ്പൊ ഒന്നിരണ്ട് ചോദ്യം ചോദിക്കാം. അവനെ വാതറക്കൂല, തുറക്കുന്നവരെ അടപ്പിക്കടാ. അത് ബോബിയുടെ അഭിപ്രായം. പറഞ്ഞോ ബോബി, എന്തുകൊണ്ട് റെസ്പെക്ട് തോന്നി? പുള്ളിയുടെ ആ ലീഡർഷിപ്പ്, അതായത്
എന്താ എനിക്ക് അങ്ങനെ പറഞ്ഞു അറിയത്തില്ല. പുള്ളിയുടെ ആ ഒരു ഇത് കണ്ട് എല്ലാവർക്കും ഒന്ന് റെസ്പെക്ട് ചെയ്യാൻ തോന്നും. അതായത് കൂട്ടത്തിലുള്ള ആൾക്കാരോടുള്ള സ്നേഹമോ അതോ കമ്പാനിയൻഷിപ്പോ അല്ലെങ്കിൽ ആ ലീഡർ ക്വാളിറ്റിയോ ആ തലയെടുപ്പോ അതോ ഡിക്റ്റേറ്റർഷിപ്പോ എന്റെ വളരെ മികച്ച ഒരു ഇതാണിത്. ഏതാ എന്താ പറയാ, എല്ലാവരുടെ അടുത്തും എല്ലാ മെമ്പേഴ്സിനായിട്ടുള്ള ഒരു പെരുമാറ്റവും എല്ലാം എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ടു. ജുഗുറിന് എന്താണ് പറയാനുള്ളത്? ജുഗുറു അവന്റെ അടുത്ത് അതിൽ കൂടെ ഒന്നും പ്രതീക്ഷിക്കല്ലേ അപ്പാ. എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. സംസാരിക്കുന്നത് അല്ല അവന്റെ അല്ല ജുഗ്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജുഗ്രുവിന് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. കാരണം എനിക്കറിയാം ജുഗ്രുവിന് നല്ലപോലെ സംസാരിക്കാൻ കഴിവുള്ള ഒരു ജുഗ്രുവാണ്. അല്ല ജുഗ്രു വാ തുറക്കൂ, സംസാരിക്കൂ. ഈ ടിവിയിൽ ആരെയൊക്കെ ജുഗ്രുവിനെ അറിയാം? അവരല്ലാതെ മന്ദാരം അല്ലാതെ ഇവരൊക്കെ 4 പേർക്ക് അറിയോ? ഞങ്ങളൊക്കെ അല്ലടാ ഫേമസ്. ഞങ്ങൾ ആരുടെ നിനക്ക് മന്ദാര പറയണ പട്ടി. അപ്പം ജുഗ്രുവിന് അതായത് ഈ ടിവിയിലോട്ട് റിക്രൂട്ട്മെന്റ് വിളിച്ചപ്പോൾ എന്താണ് തോന്നിയത് മനസ്സിൽ ആദ്യമായിട്ട്? സന്തോഷം. എന്തുകൊണ്ട് സന്തോഷം? എക്സൈറ്റ്മെന്റ്. വൈ? ഇങ്ങനൊരു ഗ്യാങ്ങിന്റെ ഇൻവിറ്റേഷൻ വരുമ്പോ റിജക്ട് ചെയ്തില്ല. ഓക്കെ, then why did you choose TVA? എന്തുകൊണ്ട് TVA? എന്തുകൊണ്ട് TVA? നിനക്ക് എക്സൈറ്റ്മെന്റ് വന്നു, സന്തോഷം വന്നു, അതിനുള്ള കാരണം എന്താ? നിങ്ങളുടെ എന്താ പറയാ, ഒരു ഫാമിലി പോലെ ഒരുമിച്ച് എല്ലാ കാര്യത്തിനും. അപ്പൊ നിനക്ക് ഇവിടെ ടിവിയില് അപ്പൊ നീ വെളിയിൽ നിന്ന് കണ്ടോണ്ടിരുന്ന സമയത്ത് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി ആരായിരുന്നു? പുറത്തു നിന്ന് നോക്കുമ്പോ, അറിയാവുന്നവരല്ല, പുറത്തു നിന്ന് നോക്കുമ്പോ. നീലൻ. എന്തുകൊണ്ട് നീലൻ? നീലന്റെ ഗെയിം പ്ലേ എനിക്ക് ഇഷ്ടമായിരുന്നു. നീലന്റെ ഗെയിം പ്ലേ ഇഷ്ടമായിരുന്നു. ഓക്കെ, വാസവനെ പറഞ്ഞില്ല കേട്ടോ. ഇത് വാസവൻ എങ്ങനെ പോണ കാര്യങ്ങളൊക്കെ? അപ്പൊ അവൻ ചോദിച്ചതുപോലെ ലൈക്ക് ഇവിടുന്നൊരു ഇത് വന്നപ്പോ എന്തായിരുന്നു ലൈക്ക് ഈ പറയണത് പോലെ ടി വി ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ? ടോപ്പ് ആയതുകൊണ്ട് മാത്രമാണ് ചൂസ് ചെയ്തത്. നിങ്ങളെല്ലാം നോർമലി ഇങ്ങനെയാണോ സംസാരിക്കണേ? എടാ നീ ഇത് ഫ്രീ ആയിട്ട് സംസാരിച്ചേ. നീ ഡോർക്കി നിന്റെ ക്യാരക്ടർ നെയിം ഡോർക്കി തന്നെയാണോ? ഭരതൻ എന്നാണോ? അയ്യോ, ഇവരുടെയൊക്കെ പേര് ഭരതൻ കുറുപ്പ് മോബി ജുഗുറു, അതാണ് പുതിയ മെമ്പേഴ്സിന്റെ എല്ലാം പേര് കേട്ടാ. ബീഡി എന്നും രാഘവെന്നും ഒന്നും കേറി വിളിക്കരുതായിരുന്നു നീ ഒന്നും കേട്ടാ. ഭരതന്, മോബി, ജുഗുറു, കുറുപ്പ്. ഓക്കെ, അപ്പൊ പി എൽ ആയോ? ഹലോ പോയോ? ഹലോ ഓക്കെ, ആരും ഒന്നും മിണ്ടുന്നില്ല, അതാണ്. പക്ഷെ ഇതില് ഒരു വേറൊരു ഇമ്പോർട്ടന്റ് ഒരാൾ നമ്മളൊന്നും ചോദിച്ചില്ല. പക്ഷെ ഡോർക്കി കൂടെ കഴിഞ്ഞിട്ട് ചോദിക്കല്ലേ? എന്താടാ കേട്ടില്ല? ഡോർക്കി കൂടെ കഴിഞ്ഞ ഒരു ഇമ്പോർട്ടന്റ് ഒരാളെ കൂടെ വിളിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ, മറന്നു പോയത്. ഓക്കെ ഓക്കെ ഓക്കെ. അതാരാ? അമ്പത്തൂരിനാണോ? എന്തിനാണ് കേട്ടില്ല? ഈ തിരിച്ചു വരവിനെ പറ്റി അമ്പത്തൂരിന് എന്താണ് അമ്പത്തൂരിനെ പറയാനുള്ളത്? എന്താ ഒരു തിരിച്ചെല്ലാം പഴയ പോലെ സെറ്റാക്കി എടുക്കണം എന്നാഗ്രഹമുണ്ട്. നന്നായോ? നന്നായെന്ന് വെച്ചാ നന്നായി. ഇവിടെ വന്നതിന് ശേഷം ഇവിടെ അല്ലേ, നാട്ടിലല്ലേ, ദൂരെയാണ്. ഇന്ന് അപ്പാപ്പന്റെ ചോദ്യം ചോദിച്ചപ്പോ എനിക്ക് ഇന്റർവ്യൂ എന്ന് ഓർമ്മ വന്നു. ഇന്നിവരെ ചോദിച്ച ചോദ്യം ഇന്റർവ്യൂ ഓർമ്മ വന്നോ? ഓ സത്യം, അപ്പാപ്പന്റെ ചോദ്യം കേട്ടിട്ട്
ബാക്കിയുള്ളവർക്ക് അറിയണ്ടേ, അതിനു വേണ്ടി ചോദിച്ചല്ലേ അങ്ങനെ എന്റെ അടുത്ത് അങ്ങനെ ചോദിക്കരുത്. എന്നെ ഇല്ല, അങ്ങനെ ചോദിക്കുന്നില്ല അമ്പത്തൂര്. അങ്ങനെ ചോദിച്ചാൽ ചിലപ്പോ അമ്പത്തൊരു വിഷമാവും കേട്ടാ. സോ ഞാൻ ഇതിന്റെ കൂടെ ഗൈസ് എനിക്ക് വേറൊരു ചെറിയ അനൗൺസ്മെന്റും കൂടി ഉണ്ട്. സോ ഈ ഒരു അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കേൾക്കാലോ, ക്ലിയർ ആയിട്ട് കേൾക്കാലോ. സോ നമ്മള് TV ആക്ച്വലി ഇപ്പൊ ഇവിടെ RP മാത്രമായിട്ട് ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ഒരു കൂട്ടമായിരുന്നു ഇത്രയും നാള്. സോ ഇന്ന് എനിക്ക് ആ ഒരു കാര്യം കൂടെ ഞാൻ അനൗൺസ് ചെയ്യാൻ പോവാണ്. സോ നമ്മള് നമ്മുടേതായിട്ടുള്ള ഒരു കുറച്ച് റോസ്റ്റേഴ്സ് കൊണ്ടുവരാൻ പോകുന്നു. വാലോറന്റ് ആയിക്കോട്ടെ, BGMI ആയിക്കോട്ടെ, ഇതിലെല്ലാം ഇനി TVക്ക് ലൈനപ്സ് ഉണ്ടാവും. സോ അതും കൂടി ഞാൻ അനൗൺസ് ചെയ്യാണ്. ആൻഡ് ഇതൊരു ഓർഗനൈസേഷൻ പോലെ ആക്കാൻ എനിക്ക് താല്പര്യമില്ല. സോ നമ്മൾ നിങ്ങളുടെ മറ്റേ ഫിനാൻഷ്യൽ അങ്ങനത്തെ ഡീലിങ്സും കാര്യങ്ങളും ഒന്നും കറണ്ട്ലി എന്തായാലും എടുത്തു വെക്കുന്നില്ല. നമ്മുടെ കൂട്ടത്തിൽ മെന്നി അത് എന്തായാലും ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും നല്ല ബ്രാൻഡ് ഡീൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മെന്നി നോക്കിക്കോളും. അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മുടെ അകത്ത് ഈ ഇങ്ങനത്തെ ഗെയിംസ് കളിക്കണ എല്ലാവർക്കും വേണ്ടിയിട്ടൊരു വാല ലൈനപ്പ്, ഒരു BGMI ലൈനപ്പും ഞാൻ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഒരു മെയിൻ ഒഫീഷ്യൽ ഒരു വാല ലൈനപ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്കൊരു BGMI ലൈനപ്പും ഉണ്ടാവും. സോ നല്ല ടീംസിനെ ഇങ്ങനെ സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ ഇതിനകത്താണെങ്കിലും നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ആൾക്കാരിലും നമ്മുടെ സിറ്റിയിലും കറണ്ട്ലി TVക്കകത്ത് കളിക്കുന്നതിൽ ഇമ്മോർട്ടൽസ് കുറേ പേരുണ്ട്. സോ അവർക്കൊക്കെ കോമ്പറ്റീറ്റീവ് കളിക്കാൻ താല്പര്യമുള്ളവരൊക്കെ നേരത്തെ പറയണം. നിങ്ങളെല്ലാവർക്കും, നിങ്ങളുടെ അകത്ത് ആർക്കാണെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അത് പറയണം. അപ്പോൾ അതും കൂടി നമ്മൾ സെറ്റാക്കുന്നുണ്ട്. സോ അതും കൂടെ ഞാൻ ഇന്ന് അനൗൺസ് ചെയ്യുകയാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും. പിന്നല്ല, നിന്നെ 4ാമത്തെ ലൈനപ്പിൽ IG-ലാക്കുന്നുണ്ട് കേട്ടോ മന്ദാര. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും, പുതിയ ആൾക്കാർക്കെല്ലാം വെൽക്കം ടു TVA. സിറ്റിയിൽ ഉണ്ടാവണം, ആക്റ്റീവ് ആയിരിക്കണം. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ തൊട്ട് ഇനി തൊട്ട് സെറ്റ് ആകാനുണ്ട്. ആൻഡ് ഇപ്പോഴും നമ്മുടെ കൗണ്ട് എത്തിയിട്ടില്ല, 15 ആക്റ്റീവ് 15ലോട്ട് എത്തിയിട്ടില്ല കൗണ്ട് ഒന്നും. അത് നമുക്ക് കൊണ്ടുവരണം എന്തായാലും. അപ്പൊ ബാക്കിയുള്ളവരോട് കറണ്ട്ലി ആക്റ്റീവ് ആയതിനു ശേഷം എടാ അമ്പത്തൂര് നീ ഉണ്ടാവുമല്ലോ. ഒരു സെക്കൻഡ് കേട്ടോ അറിയാൻ പറയട്ടെ.